നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് കിടക്കാനത്തെ റിലേഷൻഷിപ്പ് റീഡിങ്. ഓക്കെ, ഇത് ഞാൻ നാട്ടിൽ നിന്നാണ് റെക്കോർഡിങ്. ഓക്കെ, എനിവേ കൂടുതൽ നിൽക്കുന്നില്ല. ഞാൻ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഹാർട്ട്സ് ഹിഡൻ സീക്രട്സ് നോക്കാം നമുക്ക്. അതായത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലല്ല, ഹൃദയത്തിൽ എന്ന് പറയാം അല്ലെ, ഹൃദയത്തിൽ ഉള്ള ഹിഡൻ സീക്രട്ട്, കാണാത്ത ഹിഡൻ ആയിട്ട് അവർ വെക്കുന്ന സീക്രട്സ് എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഞാൻ ടാരോ എടുക്കുന്നുണ്ട്, കുറച്ച് പേരുടെ ഉണ്ട്. ഓക്കെ, സൗണ്ട് കുറച്ച് ലോ ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈമിലേക്ക് ശരിയാക്കാം, തവണ ഒന്ന് ക്ഷമിച്ചേക്കാം. ഓക്കെ, എനിക്ക് അത് ഇപ്പോഴത്തെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആവുന്നേ ഉള്ളൂ, അതുകൊണ്ട് ട്രൈ മൈ ബെസ്റ്റ്. സൗണ്ട് കുറവാണെങ്കിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ഹാർട്ട്സ് ഹിഡൻ സീക്രട്സ്, അവരുടെ ഹൃദയത്തിലെ നിങ്ങളോടുള്ള നിങ്ങളോടുള്ള എന്ന് പറയുന്നില്ല, അവരുടെ മനസ്സിലുള്ള ഹിഡൻ സീക്രട്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിരിക്കാം, അതും പറയാം. ഓക്കെ, ആൻഡ് വേറെ എന്തൊക്കെയാ കാർഡ്സ് വരുന്ന പോലെ. ഓക്കെ, ജനറൽ റീഡിങ്ങിലും ഇതന്നെ വന്നിരുന്നു. ഓക്കെ, 5 Pentacles, 9 of Pentacles. ഓക്കെ, സ്റ്റാർ കാർഡ് ഞാൻ കാണിക്കുന്നില്ല, എനിക്ക് എഡിറ്റ് ചെയ്യാനോ വയ്യ. ഓക്കെ, സ്റ്റാർ കാർഡാണ്. Sun. ഞാനൊരു ഓവറോൾ സ്റ്റോറി പോലെ പറയുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് ജനറൽ റീഡിങ്ങിന്റെ എനർജിയാണ് വരുന്നത്, സിമിലർ എനർജീസ് വരുന്നുണ്ട് എനിക്ക് ഒരുപാട് കൂടെ. ടാരോ തന്നെ. ഓക്കെ, ഒന്ന് അവർ ആഗ്രഹിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, അവരെ മനസ്സിന്റെ ഉള്ളിൽ അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. ഓക്കെ, വളരെയധികം കമ്മിറ്റഡ് ആയിട്ടൊരു പേഴ്സൺ ആണ് എനിക്ക് കാണുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, അവരുടെ ലൈഫിൽ അങ്ങനെ ആരും ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഇത് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, അതായത് നിങ്ങളോട് കമ്മിറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ അവർ വളരെ സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ലൈഫിൽ മേ ബി അവർ ഓൾറെഡി മാരീഡ്, അല്ലെങ്കിൽ മാരേജ് ഫിക്സ് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന രീതിക്ക് ഒരു വ്യക്തി. ഓക്കെ, ആൻഡ് ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ശരിക്കും ഒരു നല്ല സ്മൂത്ത് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് വേണം എന്നാണ്. ഓക്കെ, പാസ്റ്റിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ വിഷമങ്ങൾ, കാര്യങ്ങളൊക്കെ, വേദനകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത്, പാസ്റ്റിൽ നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ നിങ്ങൾ ഐ തിങ്ക് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് കാണുന്നത് തന്നെ 5 ഇവിടെ എനർജി വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ജനറൽ റീഡിങ്ങിലും സിമിലർ ആയിരുന്നു. സോ നിങ്ങൾ തമ്മിൽ ചില കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു വാക്കിംഗ് അവേ കാണുന്നുണ്ട്, ഒരാളെ വിട്ടുപോയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് എടുക്കുന്നത് അല്ലെ. സോ നിങ്ങളുടെ പേഴ്സണിന് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ഉണ്ട് അവർക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ വിട്ട് നിൽക്കുന്നു എന്ന രീതിക്ക്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പെഡിക്കിൾസ് ആവുന്ന നെക്സ്റ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന പോലെയുണ്ട്. ഓക്കെ, അതായത് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മേ ബി നിങ്ങളിപ്പോ കൂടുതൽ അവരിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല, കൂടുതൽ അവരോട് കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു പുറകെ പോകുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നതാണെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ അവർക്ക് ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ്, അല്ലെങ്കിൽ അവർക്ക് തനിച്ചായി പോയ ഒരു ഫീലിംഗ്. ഈവൻ അവർ നിങ്ങളെ വിട്ടു പോയതാണെങ്കിലും ഓക്കെ, അവർക്ക് ഇപ്പൊ തോന്നുന്നത് അവര് ഒറ്റപ്പെട്ടു എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആ ഒരു മിസ്സിംഗ് എനർജി എന്ന രീതിക്ക് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ ഒരു റിഗ്രറ്റ് ഉണ്ട് അവർക്ക്, നിങ്ങളെ വിട്ട് മാറി നിൽക്കുമ്പോഴും അവരുള്ളിൽ ഒരു വിഷമം കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ അവര് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന പോലെ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അവരെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ചേസിങ് എനർജി നിങ്ങളുടെ ഭാഗത്തു നിന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ അവര് ഇപ്പൊ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ഹീലിംഗ് എനർജി ഉണ്ടായിരുന്നു. സ്റ്റാർ എന്ന് പറയുമ്പോൾ ഹീലിംഗ് ആണ്. നിങ്ങൾ തമ്മിലൊരു വളരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് അവർക്കൊരു ഹീലിംഗ് കിട്ടിയിരുന്നു അതിൽ. ഓക്കെ, അതൊക്കെ ഇപ്പൊ അവർ മിസ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർക്കൊരു ശരിക്കും ഹോപ്പ്ഫുൾ, അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വളരെ സന്തോഷം കൊടുത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. സൺ കാർഡും ഉണ്ട്. സോ എല്ലാവർക്കും ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്തിരുന്നു, നിങ്ങളൊരു ഫാമിലി പോലെ ഫീൽ ചെയ്തിരുന്നു എന്നാണ്. ഓക്കെ, മേ ബി ഇതൊന്നും നിങ്ങളോട് പറഞ്ഞു കാണില്ല. ഇതാണ് നമ്മളിവിടെ ഹിഡൻ സീക്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും ചിലപ്പോൾ നിങ്ങളോടൊന്നും തുറന്നു പറഞ്ഞു കാണില്ല. ബട്ട് യെസ്, അവരുടെ ഉള്ളിൽ ആ ഒരു ഫീലിങ്സ് എല്ലാം എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ ഫാമിലി ആയിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരെ മുന്നോട്ട്. എനിക്ക് സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിലാണ്. കുറച്ച് പേർക്ക് വളരെയധികം മിസ്സിംഗ് എനർജി വീണ്ടും വരുന്നുണ്ട്. 6 of Pentacles, എനിക്ക് ശരിക്കും അത് മിസ്സിങ്ങിന്റെ ഒരു ഫീലിംഗ് ഇവിടെ ശരിക്കും വരുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു വഴക്കോ പ്രശ്നമോ ഉണ്ടായി. മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു കാണാം. ഓക്കെ, അതായത് നിങ്ങളോട് ആർഗ്യൂ ചെയ്ത് തർക്കിച്ചൊക്കെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി കാണാം. പക്ഷെ അപ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയതായിരിക്കാം, അല്ല ഇനിയിപ്പോൾ അവരെന്നെ വിട്ടുപോയതാണെങ്കിലും. ഞാൻ പറഞ്ഞു വീണ്ടും, ഓക്കെ, അവരാ ജയിച്ചിട്ടും അവർക്കൊരു സന്തോഷമൊന്നുമില്ല ശരിക്കും. ഓക്കെ, ആ ജയം അവർക്കൊരു എംപ്റ്റി വിക്ടറി എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ പറയില്ലേ, ജയിച്ചിട്ടും ശരിക്കും ആ ഒരു ഉള്ളിലൊരു സന്തോഷം ഒന്നും അവർ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ അവർക്ക് ആ ഒരു നഷ്ടബോധം, കുറ്റബോധം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള സമയങ്ങൾ, നിങ്ങൾ തമ്മിലുള്ള ഒരു വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു ബന്ധം, അതെല്ലാം അവർ മിസ് ചെയ്യുന്നതായിട്ടാണ്, അല്ലെങ്കിൽ അതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. നൈറ്റ് ഓഫ് കപ്സ്, യെസ്, അവർ വീണ്ടും നിങ്ങളുടെ അടുത്ത് ഒരു ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ സ്വീകരിക്കുമോ എന്നാണ് ഇപ്പൊ അവർക്ക് ഡൗട്ട്. ഓക്കെ, കാരണം നിങ്ങളിപ്പോ അവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയം അവർക്ക് ഉണ്ട് ഇപ്പോ. ഓക്കെ, മേ ബി നിങ്ങൾ അങ്ങോട്ട് ഓഫർ കൊടുത്തപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് കാണില്ല. അപ്പൊ ഇനി അവരിങ്ങോട്ട് വന്നാലും നിങ്ങളത് ചെയ്യോ എന്നുള്ളൊരു ഡൗട്ട് അവർക്കുണ്ട്. എവിടെയോ അവർ നിങ്ങളിപ്പോൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ സ്വന്തം ഒരു ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിങ്ങൾ തനിച്ച് ഹാപ്പിയാണ്. നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട്, വോട്ടെവർ, നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ കെയർ ഇല്ല എന്ന രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ട്. സോ അവര് ഇപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, അവർ വീണ്ടും തിരിച്ച് എത്രയും വേഗം വരണം എന്ന രീതിക്ക് അവർക്കൊരു ഇമ്പൾസ് തോന്നുന്നുണ്ട്. എന്റെ ഡേയ്സ് ഓഫ് പെന്റക്കിൾസ് ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഒരു കമ്മിറ്റഡ് ഓഫർ, വീണ്ടും കമ്മിറ്റ്മെന്റ് തന്നെയാണ് എനിക്ക് ഒരു എനർജി വരുന്നത്. പക്ഷെ അവരായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച ചില പ്രശ്നങ്ങളാണ്, അവരായിട്ട് ചെയ്തു വെച്ച ചില മിസ്റ്റേക്സ് ആണ്. നിങ്ങളോട് യുനോ എന്ത് കാരണം കൊണ്ടായാലും ശരി, മേ ബി അവരുടെ ഫാമിലി കാരണമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് നിങ്ങൾ പേഴ്സൺ കമ്മിറ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ അതിന്റെ കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങളെ വിട്ടു പോയത്. അല്ലെങ്കിൽ യുനോ കുറച്ച് പേർക്കൊരു മാരീഡ് എനർജി എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചില റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ ചില അവർ ഈഗോ, വോട്ടെവർ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. അങ്ങനെ ഒരു റീസൺ കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു, വഴക്കിട്ട് പോയി എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അവർക്ക് അതിന്റെ കുറ്റബോധം നല്ലോണം ഉണ്ട്. എനിക്ക് തിരിച്ചു വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മനസ്സിൽ അവർ വെച്ചുകൊണ്ട് നടക്കുകയാണ്, ഇതൊന്നും തുറന്ന് പറയുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ബാക്കി സീക്രട്ട്, ഹിഡൻ സീക്രട്ട് ഫീലിംഗ് എന്നൊക്കെ നോക്കാം നമുക്ക്. വിഡ്രോൺ, യെസ്, സിംഗിൾ, ലോൺലി, സോളിറ്ററി, തനിച്ചായി, ഞാൻ പറഞ്ഞല്ലേ. ഡിസ്റ്റൻസ്, ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പം എനിക്ക് സെപ്പറേഷൻ ആണ്. ഓക്കെ, ഫൗണ്ടേഷൻ, ഓക്കെ, അഗൈൻ ഫാമിലി വരുന്നുണ്ട് ഇവിടെ. നല്ല കാർഡ്സ് കുറച്ച് കൂടുതൽ എടുത്തേക്കാം. ഓക്കെ, ഡെപ്ത്, distracted, open heart, beautiful cards in this time. Heart for one more last card please. Fantasy, memories, miss ചെയ്യുന്നു, reminiscing, dwelling, bittersweet. Mistakes, misunderstood, victim, loss, soul, അമ്പട, സോറി, അമ്പട അമ്പടി രണ്ടും പറയാനൊക്കെ സോറി. ഓക്കെ, വേണ്ട, ഇത്ര മതി. ഓക്കെ, യെസ്, ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഞങ്ങളുടെ മിസ്സിങ് എനർജി ഓൾറെഡി പറഞ്ഞു. അവര് പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് അവര് പറയുന്നത് എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു നിങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയൊന്നുമല്ല, തെറ്റൊന്നുമില്ല. ആൻഡ് അവര് വിക്ടിം കളിക്കുക എന്ന് വെച്ചാല് നിങ്ങൾ അവരെ വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്ന രീതിക്കൊക്കെയാണ് പറയുന്നത്. കുറ്റപ്പെടുത്തണം. അവർക്കിപ്പോ ഞാൻ ഒറ്റയ്ക്കായി പോയി, ഞാൻ തനിച്ചായി പോയി എന്നുള്ളതാണ്. ചുമ്മാ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, വിഡ്രോൺ, സിംഗിൾ, ലോൺലി, സോളിറ്ററി, യെസ്, അവർ തനിച്ചായി പോയി എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവർ ഒറ്റയ്ക്കായി പോയി, അല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങളില്ല ഇപ്പോൾ പഴയ പോലെ. മേ ബി നിങ്ങളിപ്പോ അവരെ ചേസ് ചെയ്യുന്നുണ്ടാവില്ല. ഈവൻ ഡിസ്റ്റൻസ് ഇപ്പോൾ സെപ്പറേഷൻ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പേസോ ബ്ലോക്കേജോ ഉണ്ടാവാം. ചിലവർക്ക് കുറച്ച് പേർക്ക് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് കാണാം. എനിക്ക് അങ്ങനെയാണെന്ന് ഫീൽ ചെയ്യുന്നത്. എന്നാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടും തോന്നുന്നു. സോ മേ ബി നിങ്ങളുടെ ഭാഗത്തുനിന്നായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവര് നിങ്ങൾ ഈ എനർജിയിലേക്ക് വരിക.
ഓക്കെ, നിങ്ങൾ അത് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ അങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ അപ്പോഴാണ് അവർക്ക് ശരിക്കും അതിന്റെ റിയലൈസേഷൻസ് വരെ. നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വീണ്ടും 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 നിങ്ങൾ അവരുടെ മുമ്പിൽ താണു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കാനുള്ള ഒരു അവസരം വരുന്നില്ല. ഓക്കെ, സോ എനിവേ ഇവിടെ വിഡ്രോ ചെയ്തവർ മീൻസ് അവർ വിഡ്രോ ചെയ്ത് പോയാലും നിങ്ങൾ ചേസ് ചെയ്യാൻ പോവാതിരിക്കുക. ഓക്കെ, നിങ്ങൾ അവരെ പിന്നാലെ പോവാതിരിക്കുക. ഓക്കെ, സോ ഇവിടെ പേഴ്സൺ ഇപ്പോൾ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ സ്വയം തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു, സ്വയം തന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ തനിച്ചായി പോയി എന്നൊരു തോന്നൽ വളരെയധികം ഉണ്ട്. അവർക്ക് ആ ഡിസ്റ്റൻസ് അവർക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഫൗണ്ടേഷൻ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അവരുടെ ഫാമിലി എന്ന രീതിക്ക് ഒരു എനർജി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മേ ബി ഫാമിലി കാരണമായിരിക്കാം ചിലപ്പോൾ വിട്ടുപോയത്. അല്ലാത്തവർക്ക് നിങ്ങളുമായിട്ടൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒരു ഫാമിലി പോലെ ഇന്ത്യൻ ഓഫ് മെഡിക്കൽസിന്റെ കാർഡാണ്, ഫാമിലി കാർഡാണ്. ഓക്കെ, ഫാമിലി, നമ്മുടെ സ്റ്റെബിലിറ്റി, ലൈഫ്, കുട്ടികൾ, ഫാമിലി, എന്താ പറയുക, നമ്മുടെ ജനറേഷൻസ് എന്ന് പറയില്ലേ, ആ രീതിക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഓക്കെ, സോ അത് യെസ്, അവർ വളരെ അവരുടെ ഉള്ളിൽ തുടർന്ന് വരുന്ന ഒരു ആഗ്രഹം തന്നെയാണ്. ഡീപ്പ് ഒരു ഹിഡൻ ഫീലിംഗ് ആണത്. ഡെപ്ത് അഗൈൻ നിങ്ങൾ തമ്മിൽ എന്താണ് എന്നുള്ള നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിന്റെ ആഴം, അതിന്റെ ഒരു നിങ്ങളുടെ വാല്യൂ എല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരം ശരിക്കും അവര് നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്യാണ്. ഇപ്പോൾ ഡിസ്ട്രാക്റ്റഡ് എന്ന് പറയുന്നുണ്ട്, സൈഡ് ട്രാക്ക്, ചേഞ്ച്, ഡിലേസ്. ഓക്കെ, ഇത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ശരിക്കും നിങ്ങളെ തമ്മിലൊരു അകറ്റി നിർത്തിയതായിട്ട് കണക്കാക്കിയാൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് അധികം സംസാരിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും ആ ഡിലേസ് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളെ തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാണ്, നിങ്ങൾ തമ്മിലൊന്ന് അകറ്റി നിർത്തുകയാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വാല്യൂ മനസ്സിലാക്കാനുള്ള ഒരു അവസരം വരികയാണ്. ഓക്കെ, ഇവിടെ റിസെപ്റ്റീവ്, എംപത്തി, വൾനറബിൾ. യെസ്, നിങ്ങളുടെ പേഴ്സൺ ഒന്ന് ഓപ്പൺ ആയിട്ട് ഹാർട്ട് തുറന്ന് മനസ്സ് തുറന്ന് ഈ സീക്രട്ട് ഒക്കെ നിങ്ങളോട് ശരിക്കും തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുള്ളിനുള്ളിൽ അവർ ആ ഒരു നിങ്ങളോട് അത്രയും കൺഫെഷൻ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. വെയിറ്റിംഗ് സൈക്കിൾസ് മൊമെന്റ്സ്. സോ യെസ്, നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ. ഓക്കെ, എപ്പോഴാണ് സമയമൊന്ന് മാറി വരിക, എങ്ങനെ കോൺടാക്ട് ചെയ്യും, എപ്പോൾ കോൺടാക്ട് ചെയ്യണം എന്ന രീതിക്ക് ഒരു ചിന്ത അവരുള്ളിൽ നടക്കുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ ചിലപ്പോൾ സമയം മൊമെന്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ തമ്മിലുള്ള മൊമെന്റ്സ് മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റൈറ്റ് ടൈമിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, എങ്ങനെ അപ്രോച്ച് ചെയ്യും, എന്ത് പറയും, എപ്പോൾ പറയും, എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ അവർ കാത്തിരിക്കുന്ന പോലെയാണ്. ഓക്കെ, ഇത് ക്ലോക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എപ്പോൾ ടൈം ആവും എന്ന് അവരും നോക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഹാർട്ട് ഫോഗ്, മിക്സ് സിഗ്നൽസ്, ബ്ലോക്ക്ഡ് ഇമോഷൻസ്, മിസ്റ്റർ. അവരെന്നെ മിസ്റ്റേക്ക് ചെയ്ത്. ഓക്കെ, അവർ മിക്സ്ഡ് സിഗ്നൽ തന്നു നിങ്ങൾക്ക്. അതായത് ഇത് റിലേഷൻഷിപ്പ് വേണോ വേണ്ടേ, അല്ലെങ്കിൽ ശരിക്കും അവർ കമ്മിറ്റഡ് ആണോ അല്ലേ നിങ്ങളോട്, അതോ ഒരു നിങ്ങളെ ഒരു ഓപ്ഷൻ ആയിട്ടൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അല്ലെ. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കാതെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്തു അവര്. ഓക്കെ, അതൊക്കെ അവരുടെ മിസ്റ്റേക്ക് ആണ്. അവർക്ക് ശരിക്കും അവരുടെ ഇമോഷൻസ് ഓപ്പൺ അപ്പ് ചെയ്ത് പറയാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അങ്ങനെ പറയാതെ എങ്ങനെയാണ് ഒരാൾക്ക് ക്ലിയർ ആവുക, എന്ത് നമ്മൾ എത്ര മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ തുറന്ന് പറച്ചിൽ ആവശ്യമാണ്. എൻ്റെ ഇവിടെ മെസ്റ്റപ്പ് അവർക്കറിയാം അവർ മിസ്റ്റേക്ക് ചെയ്തു എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഡേ ഡ്രീമിങ്, ഇമാജിനിങ്, ഫാന്റസൈസിങ്. നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളെ കാണണം, നിങ്ങളെ കുറിച്ച് കൂടുതൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ ആലോചിച്ച് കൂട്ടുകയാണ് ഇപ്പോൾ. ഓക്കെ, ഡേ ഡ്രീം ചെയ്യണം, അതായത് പകലക്കിനാവ് കാണാണ്. ഓക്കെ, അവർ ആഗ്രഹിച്ചു പോവാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ്. സോ അഗൈൻ ആൻഡ് അഗൈൻ മിസ്സിങ് എനർജി വീണ്ടും. ഓക്കെ, മിസ്റ്റേക്സ് അവർ തന്നെയാണ് പക്ഷെ ചെയ്തത്, ശരിയാക്കിയിട്ട് വരട്ടെ. സോ നിങ്ങൾ ചേസ് ചെയ്യാൻ പോവാതിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിൽക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ ഇതിലൊരു ചേഞ്ച് വരുള്ളൂ. നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വരില്ല. ഓക്കെ, ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ ഞാനിപ്പോൾ പറയാം, നിങ്ങൾ ഈ റീഡിങ് റെസനേറ്റ് ആവണമെങ്കിൽ ഇപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആണെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ പേഴ്സൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ശരിയാവാൻ പോകുന്നില്ല. ഓക്കെ, വീണ്ടും 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 സൈക്കിൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ എപ്പോ ഒരു ഫൈനൽ പോയിന്റിൽ നിങ്ങൾ പറയുന്നു ദാറ്റ് ഓക്കെ ഇല്ല എനിക്കിത് പറ്റില്ല, നിങ്ങൾക്ക് ശരിക്കും എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ, എനിക്കത് വ്യക്തമായിട്ട് എനിക്ക് അറിയണം എന്ന് പറയാതെ ഇതിന്റെ ഒരു എൻഡിങ് ഉണ്ടാവില്ല. ഓക്കെ, ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാച്ച് ആവണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുക, നിങ്ങളെ പിന്നാലെ വരിക, നിങ്ങളെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് തുറന്ന് പറയുക കാര്യങ്ങൾ, അതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളൊന്ന് ഒരു അകൽച്ച, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നിങ്ങളൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവരെ ചേസ് ചെയ്യാൻ പോകാതെ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം പ്രശ്നമായിട്ടാവുള്ളൂ. ഓക്കെ, സോ എനിവേ എല്ലാവർക്കും നല്ല ദിവസം ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.